കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു. സന്തോഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സന്തോഷെ, നമുക്കറിയാം മാസങ്ങളോളം കാത്തിരിപ്പ് നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ അതിവിദഗ്ധമായി തന്നെയാണ് ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൈരളി ന്യൂസിന് ദൃശ്യങ്ങൾ ലഭിക്കുന്നു. എങ്ങനെയൊക്കെയാണ് സന്തോഷ് വിവരങ്ങൾ? ഭദ്ര, കൊടും കുറ്റവാളി ഗോവിന്ദചാമി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ ഈ സെല്ലിന്റെ അടിഭാഗം മുറിച്ച് അതിലൂടെ ഊർന്നിറങ്ങി താഴേക്കിറങ്ങി ഗോവിന്ദചാമി മുന്നോട്ട് പോകുന്നതും അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു സാധനം എടുക്കുന്നതിനായി അവിടേക്ക് തിരിച്ചു വരുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ CCTV ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. 1:15 ഈ CCTV സമയം കാണിക്കുന്നത്. 1:15 പുലർച്ചെ 1:15 സെല്ല് മുറിച്ച് പുറത്തിറങ്ങുന്നതായുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആദ്യം ഈ ഒരു സെല്ലിന്റെ ഏറ്റവും അടിഭാഗത്തായി ഈ സെല്ല് വഴി മുറിച്ചതിന് ശേഷം അവിടെയുള്ള ആ ഭാഗത്തെ സെല്ലിന്റെ ഇരുമ്പ് കമ്പികൾ നീക്കം ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് നിന്നും താഴ്ഭാഗത്തു കൂടി ഇഴഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ആദ്യം ഒരു തുണിയാണ് പുറത്തേക്ക് ഇടുന്നത്. അതിനുശേഷം ഇഴഞ്ഞ് പുറത്തിറങ്ങുകയാണ്. വീണ്ടും സെല്ല് പഴയതുപോലെ തന്നെ ഈ ഇളക്കി മാറ്റിയ അല്ലെങ്കിൽ ഈ മുറിച്ചതിന് ശേഷം അകത്തി മാറ്റിയ അത് പഴയ രീതിയിൽ തന്നെ സെല്ലിന്റെ അഴികൾ പഴയ രീതിയിൽ തന്നെ ആക്കി വെക്കുകയാണ്. അതിനുശേഷമാണ് അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത്. പിന്നീട് അവിടെ നിന്നും അല്പം മുന്നോട്ട് പോയതിനു ശേഷം പിന്നീട് വീണ്ടും ഒരു തവണ കൂടി വരുന്നുണ്ട്. ആ സഞ്ചിയിലുള്ള സാധനം എന്തോ എടുക്കുന്നതിനായാണ് വീണ്ടും തിരിച്ചു വരുന്നത്. അതിനുശേഷമാണ് അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ 10ാം നമ്പർ ബ്ലോക്കിലെ അതീവ സുരക്ഷയുള്ള 10ാം നമ്പർ ബ്ലോക്കിലെ സെല്ല് മുറിച്ചു മാറ്റിക്കൊണ്ട് ഗോവിന്ദചാമി ജയിൽ ചാടുന്നതിനായി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായും ഈ സെല്ല് മുറിച്ച് എങ്ങനെയാണ് ഗോവിന്ദചാമി പുറത്ത് കടക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ നേരത്തെ പറഞ്ഞതുപോലെ 1:15 ഗോവിന്ദചാമി ഈ സെല്ല് മുറിച്ച് പുറത്ത് കടക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും പിന്നീട് ജയിലിന്റെ ഈ ആദ്യത്തെ 10ാം നമ്പർ ബ്ലോക്കിന്റെ ഒരു ചെറിയ മതിലുണ്ട്. ആ മതിൽ കടന്നതിന് ശേഷം പ്രധാന മതിലായിട്ടുള്ള ചുറ്റുമതിൽ കടക്കാൻ കഴിയാതെ ഏറെ സമയം നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 4:30 1:15 ഇവിടെ നിന്നും പുറത്തിറങ്ങി 4:30 മാത്രമാണ് പ്രധാന ചുറ്റുമതിൽ ഗോവിന്ദചാമിക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സെല്ലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സമയം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഗോവിന്ദചാമി ഈ പോലീസിന് നൽകിയ മൊഴിയിലും ഈ കാര്യങ്ങൾ കൃത്യമായും തന്നെ പറഞ്ഞിരുന്നു. അവിടെ നിന്നും കൃത്യമായി കാര്യങ്ങൾ എങ്ങോട്ട് പോകണം എന്ന് മനസ്സിലാകാതെ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഏതായാലും പോലീസിന് ഗോവിന്ദചാമി നൽകിയ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആദ്യം ഈ സെല്ലിന്റെ ഏറ്റവും അടിഭാഗം ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട്, സ്വന്തമായി ഉണ്ടാക്കിയ ബ്ലേഡിന് സമാനമായ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അടിഭാഗം മുറിക്കുന്നു. അതിനുശേഷം ഗോവിന്ദചാമി ഇതിന്റെ അടിഭാഗത്തുകൂടെ ഇഴഞ്ഞ് പുറത്തേക്ക് വരികയാണ്. പുറത്ത് വന്നതിന് ശേഷം പിന്നീട് ഈ അല്പദൂരം മുന്നോട്ട് പോയി വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. 2 പ്രാവശ്യങ്ങളിലായി തിരിച്ചു വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒരു കയ്യിലുള്ള ഒരു സഞ്ചി ഭാണ്ഡം എടുക്കുന്നതിനായി വരുന്നു. പിന്നീട് വീണ്ടും തിരിച്ചു വന്ന് അവിടെ ആ സെല്ലുകൾ പഴയ രീതിയിൽ തന്നെ ആക്കി, മനസ്സിലാകാത്ത രീതിയിൽ പഴയ രീതിയിലേക്ക് മാറ്റി വെക്കുന്നതിനായാണ് പിന്നീട് തിരിച്ചു വരുന്നത്. അവിടെ വീണ്ടും കുറച്ച് സമയം ചിലവഴിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവിടെ നിന്നും ഗോവിന്ദചാമി കടന്നു കളയുന്നത്. അതിനുശേഷം ഈ പ്രധാന സെല്ലിൽ നിന്നും കടന്നു കളഞ്ഞതിന് ശേഷം പിന്നീട് 10ാം നമ്പർ ബ്ലോക്കിൽ എത്തി. 10ാം നമ്പർ ബ്ലോക്കിന്റെ ഈ മതിൽ ചാടിക്കടന്ന് അതിനുശേഷം ആണ് മറ്റൊരു മതിലും കൂടി, ആ ചാടിക്കടന്ന മതിൽ ആദ്യം ചാടിക്കടന്ന് ഗോവിന്ദചാമി എത്തുന്നത് ഈ ക്വാറന്റൈൻ ബ്ലോക്കിലേക്കായിരുന്നു. പ്രധാന മതിലാണ് എന്ന് കരുതിയാണ് ആ ക്വാറന്റൈൻ ബ്ലോക്കിലേക്ക് ചാടിക്കടക്കുന്നത്. അവിടെ നിന്ന് പിന്നീടും തിരിച്ചെത്തി ഈ പ്രധാന മതിൽ കൂടി ചാടിക്കടന്നാണ് 7 മീറ്ററിലധികം പൊക്കമുള്ള പ്രധാന മതിൽ കൂടി ചാടിക്കടന്നാണ് ഗോവിന്ദചാമി പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെടുന്നത്. ഏതായാലും അതീവ ഈ സുരക്ഷ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ 10ാം ബ്ലോക്കിൽ നിന്ന് ഗോവിന്ദചാമി സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.